സാധാരണയായിട്ട് അനോമലി സ്കാൻ ചെയ്യുന്നത് 5-ാം മാസത്തിലാണ് കേട്ടോ. അപ്പൊ ഈ അനോമലി സ്കാനിൽ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്രെയിൻ ആൻഡ് ഹെഡ്. ബ്രെയിൻ നന്നായിട്ട് വികസിച്ചിട്ടുണ്ടോ എന്ന് നോക്കും തലച്ചോറ്. ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ തലയുടെ ആകൃതി നോർമൽ ആണോ എന്ന് നോക്കും. സെക്കൻഡ്, കുഞ്ഞിന്റെ ഫേസ് നോക്കും. കണ്ണ്, ചുണ്ട്, മൂക്ക് ഇതിന്റെ ഒക്കെ ആകൃതി നോർമൽ ആണോ, സാധാരണ പോലെ തന്നെ അല്ലേ എന്നുള്ളത് നോക്കും. അടുത്തതായി നമ്മുടെ കുഞ്ഞിന്റെ ഹേർട്ട് ആണ് കേട്ടോ നോക്കുക. ഹൃദയത്തിന്റെ 4 ചാമ്പർ വ്യൂസും നോക്കും കേട്ടോ. ഹൃദയം വലിപ്പം നോർമൽ ആണോ എന്നുള്ളത്, റിതം, ബ്ലഡ് ഫ്ലോ ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തത് ലങ്സ്, ശ്വാസകോശം, വയറ്, കുടല് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്തത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിഡ്നി, ബ്ലാഡർ ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ നമ്മുടെ സ്പൈന്, നട്ടെല്ല്, അതുപോലെ തന്നെ കൈകാലുകളുടെ വലിപ്പം, വിരലുകൾ ഇതെല്ലാം ഓരോന്ന് എടുത്ത് തന്നെ നോക്കൂട്ടോ ഈ സ്കാനിങ്ങില്. അടുത്തത് നമ്മുടെ പ്ലാസന്റെ ഫ്ലൂയിഡ് നോക്കൂട്ടോ. അപ്പൊ പ്ലാസന്റയുടെ പൊസിഷൻ കറക്റ്റ് അല്ലേ, നോർമൽ അല്ലേ എന്നുള്ളത്. അതോടൊപ്പം തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അത് നല്ല രീതിക്ക് അല്ലേ, നോർമൽ അല്ലേ എന്നുള്ളതൊക്കെ ഈ ഒരു അനോമലി സ്കാനിൽ നോക്കുന്നുണ്ട് കേട്ടോ. അനോമലി സ്കാൻ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാൻ ആണ്. 3-ാം മാസത്തെ നമ്മുടെ സ്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാൻ ആണ് അനോമലി സ്കാൻ.